University College on your left side. നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണനും ചിത്രകലാകാരനായ രാജാ രവിവർമ്മയൊക്കെ പഠിച്ചിറങ്ങിയ അതുല്യ പ്രതിഭകൾ പഠിച്ചിറങ്ങിയ കേരള യൂണിവേഴ്സിറ്റി കോളേജ്. ആ ഗേറ്റിൽ നിന്നാണ് നമ്മുടെ കമ്മീഷൻ സുരേഷ് ഗോപി സാർ ലാത്തി ചാർജിനോട് അകത്തേക്ക് ഓടിപ്പോകുന്ന രംഗമുണ്ട്. ചാർജ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചിത്രീകരിച്ചത് അവിടെ വെച്ചിട്ടാണ്. തിരുവനന്തപുരത്തെ പ്രതിമകളുടെ നാടെന്നാണ് അറിയപ്പെടുന്നത്. ട്രിവാൻഡ്രം നോൺ ആസ് സിറ്റി ഓഫ് സ്റ്റാച്യൂസ്. ഏകദേശം 50-ൽ പരം പ്രതിമകളാണ് നമുക്ക് പട്ടണ പ്രദേശത്തും പരിസരത്തുമായി കാണാൻ കഴിയുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇടതുവശത്തായി കാണുന്നത് പട്ടം താണുപിള്ളയുടെ പ്രതിമയാണ്. സ്റ്റാച്യു ഓഫ് പട്ടം താണുപിള്ള, ദ സെക്കൻഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയും ആന്ധ്ര, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ ഗവർണറുമായി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം രാഷ്ട്രീയത്തിലെ കുലപതി എന്നാണ് അറിയപ്പെടുന്നത്. തൊട്ടുമുന്നിലെ ഇടതുവശത്തായിട്ട് മുൻകാലങ്ങളിൽ VJT ഹാൾ എന്നറിയപ്പെട്ടിരുന്ന, നിലവിൽ അയ്യങ്കാളി ഹാൾ എന്നറിയപ്പെടുന്ന സാംസ്കാരിക വേദികളായി പ്രവർത്തിക്കുന്ന ഹാളാണ്. ഇത് വിക്ടോറിയ രാജ്ഞിയുടെ കിരീടധാരണത്തിന്റെ 50-ാം വാർഷികം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം തിരുവിതാംകൂർ രാജവംശത്തിന് സമ്മാനമായി നൽകിയതാണ്. അതുകൊണ്ട് തന്നെ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ എന്നാണ് അറിയപ്പെടുന്നത് VJT ഹാൾ. 2008 വിനായക ക്ഷേത്രം, അതിന് തൊട്ടടുത്തായി ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന പള്ളി എന്ന അറബിക് പദത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന പാളയം ജുമാ മസ്ജിദാണ്. ഇതിന് തൊട്ടുപിറകിലായി ഒരു ക്രിസ്തീയ ദേവാലയം കൂടിയുണ്ട്. ഇത് മൂന്നും ഒരുമിക്കുന്ന ഏക സ്ഥലമാണ് പാളയം. അതുകൊണ്ട് തന്നെ പാളയത്തെ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട പാളയം എന്നാണ് അറിയപ്പെടുന്നത്. एक मंदिर, एक मोस्क, एक टेम्पल, ये तीनों एक ही कॉम्पाउंड में रहते हैं. വലതുവശത്തായി പാളയം ചർച്ചാണ് വലതുവശത്തായി കാണുന്നത്. പാളയം ചർച്ച ഓൺ യുവർ റൈറ്റ് സൈഡ്. ഇതിന്റെ ആകാശ കാഴ്ചയിൽ കുരിശിന്റെ ആകൃതിയാണല്ലോ. കുരിശിന്റെ കടമയുള്ള പാളയം ചർച്ച വലതുവശത്തായി കടന്നു പോകുന്നു. തൊട്ടു മുന്നിലായിട്ട് R ശങ്കറിന്റെ പ്രതിമയാണ്. ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള R ശങ്കർ. തൊട്ടടുത്തായി ഒന്നാം ലോക മഹായുദ്ധത്തെ അനുസ്മരിക്കുന്ന സ്തൂപമാണ് കാണാൻ കഴിയുന്നത്. ഇടതുവശത്തായിട്ട് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, പോലീസ് സേനയിലെ ആദ്യത്തെ IG ആയിരുന്ന ചന്ദ്രശേഖർ നായർ സാറിന്റെ ഓർമ്മയ്ക്കായി പോലീസ് സ്റ്റേഡിയമായി പ്രവർത്തിക്കുന്നു. പോലീസിന്റെ മീറ്റ്സ് ഒക്കെ നടക്കുന്ന ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഫുട്ബോൾ സ്റ്റേഡിയമാണ്. പാളയം തിരുവിതാംകൂർ രാജവംശത്തിലെ പട്ടാളക്കാരുടെ താവളമായിരുന്നു, അവരുടെ പാളയമായിരുന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്തിൽ പാളയം എന്ന പേര് വന്നത്. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൺ യുവർ ലെഫ്റ്റ് സൈഡ്. ഇടതുവശത്തായിട്ട് കേരള നിയമസഭാ മന്ദിരമാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ MLA-മാർക്ക് ബജറ്റ് സമ്മേളനം കൂടുന്ന നിയമസഭാ മന്ദിരം 1998 മെയ് 22-നാണ് ആരംഭിച്ചത്. ആദ്യ സമ്മേളനം നടക്കുന്നത് അതേ വർഷം മെയ് 30-നാണ്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിലായിരുന്നു നിയമസഭ കൂടിയിരുന്നത്. പുതിയ ബിൽഡിംഗ് ഇവിടെ സ്ഥാപിച്ചതോടുകൂടി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും തൊട്ടടുത്തായി നിയമസഭാ മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. റൈറ്റ് സൈഡ് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, ഇറ്റ്സ് നോൺ ആസ് GV രാജ സ്റ്റേഡിയം. വലതുവശത്തായിട്ട് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ആണ് കാണാൻ കഴിയുന്നത്. GV രാജ സ്റ്റേഡിയം എന്നറിയപ്പെടുന്നു.